മനസ്സിൽ നല്ല കുഞ്ഞുങ്ങളായിരുന്നു. എല്ലാവരുമായിട്ട് ഇടപെടാനും. മലേഷ്യ പോയിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ച ആന്നു വന്നിട്ട് ബന്ധുക്കളുടെ വീട്ടുകളിലൊക്കെ പോകാനിരിക്കുമായിരുന്നു. ബന്ധുക്കളൊക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ. അതെ ബന്ധപ്പെട്ടു. അത് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്നത്. അത് പറഞ്ഞായിരുന്നു. അത് ഞങ്ങൾ ഇന്നും രാവിലെ ഞങ്ങൾ കാണുന്നതാണ്. ഇന്നലെ രാവിലെ ഞങ്ങൾ ഒന്നിച്ച് കണ്ട് എൻ്റെയും പുള്ളിയുടെയും ഒരു വഴിയുടെ വ്യത്യാസമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് അത് കൃത്യം അറിയത്തില്ല. എൻ്റെ ഒരു കസിൻ എന്നെ വിളിച്ചു പറഞ്ഞു വെളുപ്പിന്. അന്നേരം പിന്നെ ഞാൻ അത്യാവശ്യമുള്ള ആരെയും വിളിച്ചു, മെമ്പർമാരെ വിളിച്ചു. അപ്പോൾ അങ്ങനെ അന്നേരം പലരും അറിഞ്ഞായിരുന്നു. പിന്നെ രാവിലെ ന്യൂസ് നോക്കിയപ്പോൾ ന്യൂസിൽ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുമായിരുന്നത്. അന്നേരം ഉടനെ തന്നെ ഞങ്ങൾ മുത്തൂറ്റ് ചെന്നു. മുത്തൂറ്റ് മോടെ ബോഡി മുത്തൂറ്റാണ്. ഈ 2 ബോഡി ഇവിടെ. അവിടെ അതറിയത്തില്ല. അത് ഉടനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പം തന്നെ ഓൾറെഡി ഉടനെ തന്നെ ഇപ്പം അവിടെ പോലീസ് സർജനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ മെമ്പർമാരും അവരും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇത് ചെയ്തിട്ടുണ്ട് അവിടെ. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇപ്പം പത്തനംതിട്ടയിലോട്ട് പോവാം. അത് കൃത്യം അറിയത്തില്ല. അതെ ഒരു സഹോദരിയാവും. ഒരു ഇളയ ബ്രദറുണ്ട്. മോൻ പഠിക്കുന്ന. തീർച്ചയായും നാട്ടുകാരനാണ് ചേട്ടൻ. അയൽവാസിയാണല്ലേ? അയൽവാസിയാണ്, നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. എന്തായാലും വലിയ വേദനയോടുകൂടി വിഷമത്തോടുകൂടി മാത്രമേ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 3 മൃതദേഹങ്ങളാണുള്ളത്. അതിൽ 2 മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞു. 3ാമത്തെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് റോബിൻ പീറ്ററും KU ജനീഷ് കുമാർ MLAയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. നാട്ടിനെ വളരെയധികം പ്രയാസത്തിലാക്കിയ ഒരു സംഭവമാണ്. 2 ആഴ്ച മുമ്പ് നടന്ന വിവാഹത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. വളരെ പ്രതീക്ഷയോടെ പൊതുജീവിതത്തിലേക്ക് കടന്ന ദമ്പതിമാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ അറിയാവുന്ന ആർക്കും സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വേദനയാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ മലേഷ്യയിൽ പോയി മടങ്ങി വരുന്ന വഴിയിലാണ്. വീട്ടിലേക്ക് അടുക്കാൻ അധികം സമയമില്ലാത്ത ഒരു 5-6 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം നാട്ടുകാരുടെയും ഇടവകാംഗങ്ങളും എല്ലാവരും, ആ 2 കുടുംബവും അടുത്തായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഈ കുടുംബമായിട്ടൊക്കെ നേരത്തെ തന്നെ അല്ല, ബിജു ആണ് എന്നെ വിവാഹത്തിന് വിളിക്കുന്നത്. അപ്പോൾ ഫോണിലൂടെ ആയിരുന്നു വിളിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. അതെ, ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതോടൊപ്പം തന്നെ ഇനിയും നിഖിലിൻ്റെ സഹോദരിയൊക്കെ പുറത്തുനിന്ന് വരണം. വന്നതിന് ശേഷം കുടുംബവും ഇടവകയും ഒക്കെ ആയിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതാവും. അല്ല, ഞാനിതിന് ശേഷം പാകുന്നില്ല. ഞാൻ അവിടെ മറ്റാളുകൾ ഉണ്ടായിരുന്ന രാവിലെ പങ്കെടുത്ത ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു ഇതിൽ. അപ്പോൾ അവർ ഓടിച്ചെല്ലുമ്പോൾ 3 ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഫയർഫോഴ്സും മറ്റുമെല്ലാം എത്തി. ആ പെൺകുട്ടിക്ക് മാത്രമായിരുന്നു ജീവനുണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പെൺകുട്ടിയും മരണപ്പെട്ടു. പൊതുവിൽ പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഉറങ്ങിപ്പോവാനുള്ള ഒരു സാധ്യതയാണ് അവർ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർക്കതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ കഴിയൂ. ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഉറങ്ങിപ്പോവാനുള്ള സാധ്യതയാണ്. വാഹനം അമിതമായ വേഗത്തിലുമാണ് എന്ന് പറയപ്പെടുന്നു. അത് എന്താണ്? ശരി, KU ജനീഷ് കുമാർ MLA ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള പ്രതികരണമാണ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് കണ്ടത്.